അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കണ്ട ഒരു കാര്യമാണ്. സൗത്ത് ബാംഗ്ലൂരിൽ ഉത്തര ഹാളിൽ നടന്ന ഒരു സംഭവം. പ്രണയം നടിച്ച് തൻ്റെ മകളുടെ കൂടെ നടക്കുന്ന ഒരുത്തൻ. മകൾക്ക് തിരിച്ചും അങ്ങോട്ടും പ്രേമമാണ്. വളരെ മോശമായ രീതിയിൽ രാത്രി സമയങ്ങളിലൊക്കെ ഈ കാമുകനും അവൻ്റെ സുഹൃത്തുക്കളും മകളുടെ മുറിയിലേക്ക് വരും, സ്വന്തം വീട്ടിലേക്ക് വരും. നേത്രാവതി എന്ന് പറയുന്ന 34 വയസ്സുള്ള അമ്മ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞുള്ള ജീവിതമാണ്, മകളുടെ കൂടെയാണ് താമസം. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് 17 വയസ്സ് മാത്രമാണത്ര ഈ കാമുകൻ്റെ പ്രായം. ചെറിയ മകളാണ്, വളരെ സ്നേഹത്തോട് ലാളനയോടുകൂടി വളർത്തുന്ന മകളാണ്. പക്ഷേ അമ്മ എതിർത്തു. സ്വന്തം അമ്മയെ ഇല്ലാതാക്കണമെന്നായിരുന്നു മകളുടെ ലക്ഷ്യം. സ്വന്തം അമ്മയെ കാമുകന് കൂട്ടുപിടിച്ച് ഈ മകൾ കൊന്നുകളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ പ്രിയമുള്ളവർ, ഈ ഒരവസ്ഥ. ഇവർ കൊന്നുകളയുന്നത് സ്ഥിരമായിട്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്ന കാമുകൻ, തൻ്റെ മകളുടെ കാമുകൻ, ഇത് വിലക്കിയ അമ്മ, ശകാരിച്ച അമ്മ കുറച്ച് ദിവസം വരുന്നില്ല. പിന്നീട് അവൻ വരുന്നത് സ്വന്തം മകളുടെ ഒത്താശയിലൂടെ സ്വന്തം മകളെ കൂട്ടുപിടിച്ചിട്ട് ആ ഒരു അമ്മയെ കൊന്നു തള്ളാനായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും ഈ ഒരു പ്രതിപട്ടികയിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത് എത്ര പ്രതീക്ഷകളായിട്ടാണ്. സ്വന്തം മക്കളെപ്പോലും ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളരുമ്പോൾ നമുക്ക് താങ്ങായി തണലായി നമ്മുടെ മക്കളുണ്ടാകുമെന്ന ഒരൊറ്റ ധാരണയിലാണ് നമ്മൾ വളരുന്നത്, നമ്മൾ ജീവിക്കുന്നത്, അവരെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കളുടെ ജീവിതം എത്രത്തോളം നമ്മൾ സുന്ദരമാക്കാൻ പറ്റുമോ അത് മുഴുവനും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വിഷമം വന്നാൽ അത് നമുക്ക് പ്രശ്നമല്ല, നമുക്ക് സങ്കടങ്ങൾ അത് പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ മക്കളുടെ കാല് വേദനിക്കരുത്, അവിടെ കയ്യ് വേദനിക്കരുത്, അവർക്കൊരു പനി വരരുത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ വേദനയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നു. കാരണം നമ്മിലൂടെയാണ് അവർ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണത്. നമ്മുടെ ഉദരത്തിൽ നിന്നാണ്, ഓരോ അമ്മയുടെയും ഉദരത്തിൽ നിന്നാണ് ആ പ്രിയപ്പെട്ട മക്കൾ ജനിച്ചു വീഴുന്നത്. ആ മകൾക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ അമ്മ എത്രത്തോളം എനിക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്, വേദന സഹിച്ചിട്ടെന്ന് ഓർമ്മ വരുന്നത് ഇനി ഒരു അമ്മയാകണം അവൾ. പ്രസവിക്കുന്ന സമയം ആ വേദന സഹിക്കുന്ന സമയത്ത് മാത്രമാണ്. ഇന്ന് അവരൊക്കെ പിടിക്കപ്പെട്ടിരിക്കാൻ നാട്ടുകാർ മുഴുവനും കരുതി ഇവൾ, ഈ ഒരു നേത്രാവതി എന്ന് പറയുന്ന ഈ സഹോദരി ഫാനിൽ തൂങ്ങി മരിച്ചതാണ് എന്ന്. കാരണം അങ്ങനെ വിചാരിക്കാനുള്ള കാരണം, ഈ സ്വന്തം അമ്മയെ കാമുകൻ്റെ സഹായത്തോടെ കൊന്നു തള്ളിയതിൻ്റെ ശേഷം കാമുകനും കാമുകൻ്റെ സുഹൃത്തുക്കളും സ്വന്തം മകളും ചേർന്ന് കഴുത്തിൽ കയറിട്ടിട്ട് ഫാനിൽ ഈ അമ്മയെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. കാണുന്നവർക്ക് തോന്നുകയാണ്, ഈ അമ്മ സ്വന്തം മകള് കാമുകൻ്റെ കൂടെ എന്നിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ പോയ വിഷമത്തിൽ അവിടെ നിന്ന് തൂങ്ങി മരിച്ചതാണ്. ബന്ധുക്കൾ അങ്ങനെ വിചാരിച്ചു, അയൽവാസികൾ അങ്ങനെ വിചാരിച്ചു. പിന്നീട് എന്തൊക്കെയോ ദുരൂഹതകളും അതുപോലെ തന്നെ സംശയങ്ങളുമായപ്പോഴാണ് പിന്നീട് അന്വേഷണവും കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോഴാണ് മനസ്സിലായത്, സ്വന്തം മകളെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഇതൊരു സാധാരണ മരണമല്ല, സാധാരണ സ്വയം ജീവനൊടുക്കിയതല്ല, ഇത് കൊലപാതകമാണ്, ആത്മഹത്യയല്ല എന്ന് മനസ്സിലാകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നൊന്ത് പ്രസവിച്ച് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത്, അവർക്ക് വേണ്ടി ഏത് രൂപത്തിൽ വേണമെങ്കിലും എല്ലാ രൂപത്തിലും നമ്മൾ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ മക്കൾ നമ്മളെ തള്ളിപ്പറയുന്ന സാഹചര്യമല്ലുള്ളത്. നമ്മുടെ മക്കളെ ഒരുത്തൻ്റെ കൂടെ നമ്മൾ വിവാഹം ചെയ്ത് പിടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ട്. ആരെ കൂടെ പിടിച്ചു കൊടുക്കണം, ആർക്കാണ് പിടിച്ചു കൊടുക്കേണ്ടത്, അവൻ്റെ ജോലി, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ വീട്, അവൻ്റെ കുടുംബത്തിനെക്കുറിച്ചൊക്കെ, അവൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെ നമ്മുടെ പാരൻസിനൊരു ധാരണയുണ്ടാകും. പക്ഷേ ഇന്ന് നമ്മുടെ മക്കൾക്കതല്ല. അവർക്ക് വേണ്ടത് അവരിഷ്ടപ്പെട്ട ആൾ, അവരുടെ കുടുംബം എന്തെന്നറിയില്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തെന്നറിയില്ല. കാണുമ്പോൾ ആ നൽകുന്ന സ്നേഹബന്ധങ്ങൾ മാത്രം, ആ മുമ്പിൽ കാണുന്ന അവർ ചിരിക്കുന്ന ആ ചിരി മാത്രമേ അറിയുള്ളൂ.
എത്ര പെൺകുട്ടികളാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവസാനം ഒരു കയറിനകത്ത് തൂങ്ങി മരിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. വാപ്പയുടെയും ഉമ്മയുടെയും സ്നേഹമോ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളോ അവരുടെ താല്പര്യങ്ങൾക്കോ അനുസരിച്ച് നിൽക്കാത്ത പെൺകുട്ടികൾ ജീവിതം നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലേ അല്ലേ? ഉദാഹരിച്ച് നോക്കൂ നിങ്ങൾ, ഇവിടെ നടന്ന ഈ സംഭവം. ആ അമ്മയ്ക്ക് ഇഷ്ടമല്ല അത്, ആ വിവാഹം. പക്ഷെ ആ അമ്മ അതിനെ എതിർക്കാനുള്ള കാരണം ചിലപ്പോൾ അമ്മ പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കില്ല തൻ്റെ മകളോട് അവിടെ വന്നിട്ട് അവൻ പെരുമാറുന്നത്. അല്ലെങ്കിൽ രാത്രി സമയത്തൊന്നും ആ വീട്ടിലേക്ക് കയറി വരേണ്ട, അവനൊരു ഓക്കെ ആണെങ്കിൽ, പൂർണ്ണമായിട്ട് അവൻ പെർഫെക്റ്റ് ആണെങ്കിൽ അങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്കതിനുള്ള ധൈര്യം, സ്വന്തം അമ്മയെ കൊല്ലാൻ നിൽക്കുന്ന മകൾ, അതിനു വേണ്ടി നിൽക്കുന്ന കാമുകനും കൂട്ടാളികളും ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രത്തോളം വലിയ ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് എത്തപ്പെടാൻ അവരുടെ മൈൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു. ഇത് ഇന്ന് സൗത്ത് ബാംഗ്ലൂരിൽ നടന്നൊരു സംഭവമാണെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മുടെ നാടുകളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ അയൽപക്കത്തും നമ്മുടെ കുടുംബത്തിലൊക്കെ അത് സംഭവിക്കും. അതിനാണ് പറയുന്നത്, നമ്മുടെ മക്കൾ ഇന്ന് പല രക്ഷിതാക്കളും ചെയ്യുന്നത്. ഞാൻ സ്ത്രീ വിദ്യാഭ്യാസത്തെ ഒരിക്കലും എതിർത്ത് പറയല്ല. അവരെ ഇന്ന് അവർ പറയും ഞങ്ങൾക്ക് വിവാഹം വേണ്ട, ഞങ്ങൾക്ക് പഠിക്കണം. ഈ അടുത്ത് ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറയാൻ, അവൻ്റെ ഒരു ഫ്രണ്ട്, അവനും അതുപോലെ തന്നെ അവൻ്റെ ഒരു കാമുകിയും, ഈ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്, രണ്ടാൾക്കും ഒരേ ഏജാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഈ രണ്ടു പേർക്കും ഒരേ ഏജ് ആകുമ്പോൾ സ്ത്രീക്ക് ഈ പെൺകുട്ടിക്ക് 18 വയസ്സായി കഴിഞ്ഞാൽ അവളെ വിവാഹം കഴിച്ചു വിടും. നിന്നൊക്കെ 15 വയസ്സ്, ഈ 18 വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിന്നെ വിവാഹത്തിന് വേണ്ടി സമ്മതിക്കുക? പിന്നെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഈ ഇഷ്ടത്തിലാണെന്നും പറഞ്ഞ് അതിലെതിരെ നടന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് വലിയൊരു അപകടത്തിലേക്ക് എത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി അവനിക്ക് കൊടുത്ത മറുപടി ഉണ്ടായിരുന്നു ഇത്ര. അവൻ പറയാണ്, എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരു കോഴ്സ് എടുക്കാൻ ഞങ്ങൾ പഠിക്കാൻ പോവാണ്, 4-5 വർഷങ്ങൾ ഗ്യാപ്പ് വരുന്ന ഒരു കോഴ്സ്, ലക്ഷങ്ങൾ വില വരും ആ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ. അങ്ങനത്തെ ഒരു കോഴ്സ് ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങളത് പഠിക്കും. അതിലൂടെ അപ്പോഴേക്ക് ഞങ്ങൾക്ക് ഏകദേശം ഒരു 21 വയസ്സോളം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, 21-22 വയസ്സോളം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ആ പ്രായമാകുമ്പോൾ ഇവർക്കും ആ പ്രായം. അപ്പം നമുക്ക് ആ ഒരു തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പല കുട്ടികളും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പഠിക്കണമല്ലോ, ഞങ്ങൾക്ക് പഠിക്കണം. രക്ഷിതാക്കൾ എൻ്റെ കുട്ടി പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടാണ്. അത് മാത്രമല്ല, അവരൊരുത്തനെ കണ്ടുവച്ചിട്ടുണ്ടാകും, അവർക്ക് ആ പ്രായം എത്തണം. അവരതിൻ്റെ ഇടയിൽ അവരെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ കറങ്ങുന്നുണ്ടാകും. ചിലപ്പോൾ 2 പേരും ഒരേ കോളേജിലായിരിക്കും പോകുന്നത്. അവൻ്റെ രക്ഷിതാക്കൾക്കും അറിയില്ല, അവരുടെ രക്ഷിതാക്കൾക്കും ഈ സംഭവം അറിയില്ല. എന്നിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കറങ്ങി നടക്കുക, ഒരുപാട് അശ്ലീലതകളിലൂടെ നടക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുവരുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ അന്വേഷിക്കുമ്പോൾ, പല പാരൻസും പല മക്കളെയും നമ്മൾ വീക്ഷിക്കുമ്പോൾ ഈ ഒരു സംഭവം പാരൻസുകൾ അറിയാതെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ പലരും ഇപ്പോൾ വിവാഹം വേണ്ട, ഞങ്ങൾ പഠിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കാൻ എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് എൻ്റെ കുട്ടി അങ്ങനെ പറയണമെന്നുള്ളതാണ്. അല്ല, മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറയുന്നതിനനുസരിച്ച് നടക്കുന്ന മക്കളാക്കി തരട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം ചെയ്ത് അത് ഒരിക്കലും ഒരു അനുയോജ്യമല്ലാത്ത രൂപത്തിലുള്ള നടത്തവും കാര്യങ്ങളൊക്കെയാണ് അവൻ്റെത് എങ്കിൽ എത്രത്തോളം വിഷമം ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകും. പ്രേമവിവാഹങ്ങളൊക്കെ തകർന്നു പോകുന്ന 3 കാരണങ്ങളെ കൊണ്ടാണ്. 1, അവൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ല എന്നാണ്. 2, ഇത് ഹറാമ് കൊണ്ട് തുടങ്ങിയത് കൊണ്ടാണ്. 3, നമുക്കറിയാം ഇതിലൊക്കെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണ് അത് അവസാനം നശിച്ചു പോകുന്ന അവസ്ഥയാകുമ്പോഴാണ്. ഇതൊക്കെ കഴിയുമ്പോൾ സ്വന്തം അക്സെപ്റ്റ് ചെയ്യാൻ, പരസ്പരം അവളെയും അവനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആ ഒരു രീതി അതൊക്കെ എന്നോ ദ്രവിച്ചു പോയി മൈൻഡിൽ നിന്ന്. അതുകൊണ്ട് പിന്നീട് അവരെന്ത് കാട്ടിയാലും നമ്മൾ പറയുമല്ലോ, എന്നെ അവൾക്കേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചു പറയും, എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് അവനിക്കേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, എന്നെ അവൾക്കേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, ഇങ്ങനെ പറയും. തെറ്റാണത്. ജീവിതം തുടങ്ങി എത്രയോ ബന്ധങ്ങൾ പ്രേമത്തിലൂടെ തുടങ്ങി അവസാനം ഇതുപോലെ പ്രശ്നങ്ങളിലായി
കുടുംബ പ്രശ്നങ്ങളിലായി ദാമ്പത്യ ജീവിതം തകർന്ന് നടക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? എത്ര സൗഖ്യമാണ് സുഖമാണെന്ന് പറയുമ്പോഴും കാര്യങ്ങൾ കഴിയുമ്പോൾ അവർക്കിടയിലൊക്കെ ഒരുപാട് വിള്ളലുകൾ വരികയാണ്. ഈ അടുത്തൊരാൾ ഒരു കുട്ടി പ്രസംഗിക്കുന്ന ഒരു വാക്കുകളൊക്കെ കണ്ടു, ഒരു ചാനലിൽ അഭിമുഖത്തിൽ എന്തിലൊക്കെ പറയുന്ന കണ്ടു. ഞങ്ങൾ തേടിപ്പിടിച്ച് വാപ്പയമ്മയും കൊണ്ടുതരുന്നതിനേക്കാളും നല്ലത് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയതിനെ അവരോടൊപ്പം ജീവിക്കുന്നതല്ലേ എന്ന്. നമുക്ക് കേൾക്കുമ്പോൾ കാണുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. പക്ഷേ അതിനിടയിലും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ തൃപ്തി അതാണ് റബ്ബിൻ്റെയും തൃപ്തി. അതില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമ്മൾ തേടിപ്പിടിച്ചത് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, വീടിനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ വാപ്പയെക്കുറിച്ചോ ഉമ്മയെക്കുറിച്ചോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ പറയുന്ന ഒറ്റ കാര്യമാണ്, ഓൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. ഓൻ വീട്ടിലെത്തി, നിന്നെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വാപ്പയും ഉമ്മയും എന്ത് പറയുന്നു, അവിടെ സ്വഭാവം എന്താണോ അതിനനുസരിച്ച് ചിലപ്പോൾ അവരുമായി മാറും. അപ്പം നിൻ്റെ ആ കണക്ക് കൂട്ടൽ മുഴുവനും തെറ്റും. അന്ന് മനസ്സിലാകും, എനിക്കിത് വേണ്ടായിരുന്നു, എൻ്റെ വാപ്പയും ഉമ്മയും എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച വരനെ അല്ലെങ്കിൽ വധുവിനെ എനിക്ക് തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു എന്നുള്ളത് മനസ്സിലാകും. അതുകൊണ്ട് ഇതിലൊക്കെ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ, ബന്ധപ്പെട്ടവരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.